ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം എന്ന പ്രദേശത്താണ്. വാണിയമ്പലത്ത് വളരെ പ്രസിദ്ധമായ ഒരു പാറയുണ്ട്. ഈ പാറയുടെ മുകളിലായി ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. പാറയുടെയും അമ്പലത്തിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ വീഡിയോ മുഴുവനായും കാണുക. വാണിയമ്പലം ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് വാണിയമ്പലം പാറയിലേക്കുള്ളത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ടൗണിൽ തന്നെ ആയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരം തന്നെയാണ് അവിടേക്കുള്ളത്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലം പ്രദേശത്താണ് പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറയ്ക്ക് മുകളിൽ തന്നെയാണ് ശ്രീ ത്രിപുരസുന്ദരി ദേവീക്ഷേത്രവുമുള്ളത്. വാണിയമ്പലത്ത് നിന്നും അമരമ്പലം ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാട്ടക്കുളം എന്ന ചെറിയ ഒരു അങ്ങാടി കാണാം. ഈ അങ്ങാടിയിൽ നിന്നും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് പാറയിലേക്ക് പോവേണ്ടത്. പാറയിലേക്കുള്ള ഒരു പ്രധാന കവാടവും കടന്ന് ചെങ്കുത്തായ ഒരു കയറ്റം കയറി വേണം അങ്ങോട്ടെത്തുവാനായി. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെയുമാണ് സന്ദർശകർക്കായി ഇവിടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പാറ സന്ദർശിക്കുവാനും അമ്പലത്തിലേക്കുമായി വരുന്ന സന്ദർശകർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടെ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കാൽനടയായി കുറച്ച് കയറ്റം കയറി വേണം നമുക്ക് പാറയുടെ മുകളിലെത്തുവാനായി. പാറയ്ക്ക് മുകളിലുള്ള ഈ ക്ഷേത്രമാണ് ശ്രീ ത്രിപുരസുന്ദരി ദേവീക്ഷേത്രം. ശ്രീ ബാണാപുരം ദേവീക്ഷേത്രം എന്ന പേരിലും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറോട്ട് അഭിമുഖമായ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കരിക്കാട് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ദേവീക്ഷേത്രം. അരീപ്പുറത്ത് മന കുടുംബാംഗങ്ങളാണ് ഇവിടുത്തെ തന്ത്രം അവകാശികൾ.
ചുറ്റമ്പലത്തിന് പുറത്ത് വേറെയും ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം. ക്ഷേത്രത്തിന് തെക്കുമാറി പാറയുടെ മുകളിൽ ഒരു വെള്ളക്കെട്ടുണ്ട്. അതാണ് ചട്ടുകക്കുളം. ദേവി ചട്ടുകം എറിഞ്ഞതിന്റെ ഫലമായാണ് ഈ കുളം ഉണ്ടായത് എന്നാണ് അവരുടെ വിശ്വാസം. കരിമ്പാറയുടെ മുകളിൽ വറ്റാത്ത ഈ കുളം ഒരു അത്ഭുതമാണ്. ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിനായി ഇവിടെ കൊല്ലാവസാനം ഒരു ഉത്സവം നടത്താറുണ്ട്. ആ ഉത്സവമാണ് തൃക്കാർത്തിക മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിസര പ്രദേശങ്ങളിൽ നിന്നും ദൂരെ ദിക്കുകളിൽ നിന്നുമായി നിരവധി സന്ദർശകരാണ് ഓരോ ദിവസവും പാറ കാണാനായി ഇവിടെ എത്തുന്നത്. നിരവധി വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിക്കുവാനും ശുദ്ധമായ കാറ്റും വെളിച്ചവും അനുഭവിച്ചറിയുവാനുമായി കുടുംബാംഗങ്ങളുമൊത്താണ് അധിക പേരും ഇവിടെ എത്താറുള്ളത്. വാണിയമ്പലം പാറയുടെ തൊട്ടു താഴെയിലൂടെയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത കടന്നു പോകുന്നത്. വാണിയമ്പലം ടൗണിൽ നിന്നും ഈ റെയിൽപാളത്തിലൂടെ 1/2 കിലോമീറ്റർ നടന്നാൽ നിങ്ങൾക്ക് വാണിയമ്പലം പാറയുടെ ചുവട്ടിലെത്താൻ സാധിക്കും. നേരം ഇരുട്ടും തോറും സന്ദർശകരുടെ എണ്ണം ഇവിടെ സാധാരണയായി കൂടി വരാറാണ് പതിവ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്നും സൂര്യാസ്തമയം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയ ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര സുന്ദരമാണ് ഈ പ്രകൃതി! സുന്ദരമായ ഈ പ്രകൃതിയെ നിങ്ങൾ ആരും വികൃതപ്പെടുത്താതിരിക്കുക എന്ന ഒരു സന്ദേശത്തോടു കൂടി എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു.